പത്തനംതിട്ട കല്ലറക്കടവിൽ കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘം ആറ്റിലിറങ്ങി തിരച്ചിൽ നടത്തും. കൊന്നമൂട് സ്വദേശി നബീൽ നിസാമിനെയാണ് കാണാതായത്. നബീലിന്റെ സഹപാഠി ചിറ്റൂർ സ്വദേശി അജ്സൽ അജിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. CK അഭിലാൽ വിശദവിവരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചോ? മോത്തി, അപകടം നടന്ന് 19 മണിക്കൂർ സമയം പിന്നിട്ടിരിക്കുകയാണ്. അല്പം മുൻപാണ് സ്കൂബ ഡൈവിംഗ് ടീം പ്രവർത്തനത്തിനായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഫയർഫോഴ്സിൻ്റെ ടീമല്ല ആദ്യം ഇവിടെ എത്തിയത്. അതേസമയം ഈരാറ്റുപേട്ടയിലുള്ള ഒരു സ്വകാര്യ കൂട്ടായ്മ, അതായത് നന്മക്കൂട്ടം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കൂട്ടായ്മയാണ് സന്നദ്ധരായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഫയർഫോഴ്സിൻ്റെ ടീം അംഗങ്ങൾ വൈകാതെ എത്തിച്ചേരും. കല്ലറക്കടവ് ഭാഗത്ത് അച്ഛൻകോവിലാറ്റിൽ ഈ അപകടം നടന്ന ഇടത്ത് ഏറെക്കുറെ 10 അടിയോളം വെള്ളമുണ്ട്. അതുതന്നെയാണ് ഇന്നലെ തെരച്ചിൽ രാത്രിയോടുകൂടി നിർത്തിവെക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. സമാനമായ അപകടങ്ങൾ ഈ മേഖലയിൽ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. 20 വർഷത്തിനിടെ 13ഓളം ആളുകൾക്ക്, കുട്ടികളും അതോടൊപ്പം തന്നെ ഒരു ഗർഭിണിയടക്കം 13 പേർക്ക് ജീവഹാനി നേരിട്ട നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ തിരച്ചിലോടുകൂടി ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഈ ഫയർഫോഴ്സ് സംഘാംഗങ്ങൾക്ക് പുറമെ നമ്മൾ സ്വകാര്യ ഏജൻസിയുടെ ഒരു സേവനം കൂടി തേടുമ്പോൾ വേഗത്തിൽ ഫലം കിട്ടും. അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവരെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള നന്മക്കൂട്ടം എന്ന് പറഞ്ഞ ഒരുപാട് പേരെ ഇങ്ങനെ വെള്ളത്തിൽ വീണവരെ എടുത്തിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ അവരിങ്ങോട്ട് തന്നെ ബന്ധപ്പെട്ട് രാവിലെ തന്നെ വന്ന് അവർ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. നബീലിൻ്റെ കുടുംബാംഗങ്ങൾ അവരെ കണ്ടിരുന്നു. അവരെ കൊണ്ട് അവരെ സഹോദരനാണ്, കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരനാണ് നിൽക്കുന്നത്. പിതാവ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഉടൻ തന്നെ എത്തും. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു 8 പേർ ചേർന്നാണ് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പരീക്ഷ പൂർത്തിയാക്കി കുളിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നപ്പോഴാണ് അതിൽ 2 കുട്ടികൾ അപകടത്തിൽപ്പെട്ടത്. നിങ്ങൾ നാട്ടുകാർ ഇരുവരുടെയും വീടുകൾ തമ്മിൽ 2-2.5 കിലോമീറ്റർ മാത്രമാണ് വ്യത്യാസം. ഒപ്പം തന്നെ ഒന്നിച്ച് പഠിച്ച കുട്ടികളുമാണ്. അത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബ ബന്ധമുള്ള കുട്ടികൾ തന്നു. ഇവർ ഒരു 11:30 സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ പോയി ടൗൺ വരെ പോയിട്ട് ഒരു ഐസ്ക്രീം എല്ലാം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു 8 കുട്ടികൾ ഒരുമിച്ച് ഇറങ്ങിയതാണ്. വന്ന് ഇവിടെ ഈ മേഖലയിൽ ഇങ്ങനെ പ്രശ്നമുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവർ സൈഡിൽ നിന്ന് ഒരു കുട്ടി അവിടെ നിന്ന് തെന്നി വീണപ്പോൾ പുറകെ രക്ഷിക്കാൻ വേണ്ടി അടുത്ത കുട്ടി കൂടെ ഇറങ്ങിയതാണ്. 2 പേര് പകുതി വരെ ഒരുമിച്ച് പോയിട്ടുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞ്.